ഇന്ന് നമ്മൾ ചാപ്റ്റർ 6 സൊല്യൂഷൻസ് ലൈനുകളാണ് പഠിക്കുന്നത്. ഈ ചിത്രം നോക്കൂ. ഒരു ശാസ്ത്രമേളയ്ക്ക് വേണ്ടി ഒരു കുട്ടി തയ്യാറാക്കിയ ഒരു മെറ്റൽ ബോക്സ്, ലോഹപ്പെട്ടി, എനാമൽ പെയിൻറ് ഉപയോഗിച്ച് പെയിൻറ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് ആ ബ്രഷ് കഴുകാൻ വേണ്ടി കുട്ടി ജലത്തിൽ മുക്കിയപ്പോഴത്തേക്ക് ആ ബ്രഷിലെ പെയിൻറ് പോയില്ല. കാരണം എന്താണ്? എനാമൽ പെയിൻറ് വെള്ളത്തിൽ ലയിക്കത്തില്ല, സോലുബിൾ അല്ല. പിന്നീട് ടീച്ചറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ കുട്ടി എന്ത് ചെയ്തു? ടർപ്പൻറ്റൈനകത്ത് ആ ബ്രഷ് മുക്കിയപ്പോഴത്തേക്ക് അതിലുണ്ടായിരുന്ന പെയിൻ്റ് എല്ലാം പോയി. അപ്പോൾ എന്താണ് റീസൺ? എനാമൽ പെയിൻറ് സോലുബിൾ ഇൻ ടർപ്പൻറ്റൈൻ ആൻഡ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. എനാമൽ പെയിൻറ് ടർപ്പൻറ്റൈനിൽ ലയിക്കും, പക്ഷേ വാട്ടറിൽ അവ ലയിക്കത്തില്ല. അതുകൊണ്ടാണ് വാട്ടറിൽ മുക്കിയപ്പോൾ ജലത്തിൽ മുക്കിയപ്പോഴത്തേക്ക് പെയിൻറ് പോകാനത്. വെള്ളത്തിൽ ലയിക്കുന്നതും വെള്ളത്തിൽ ലയിക്കാത്തവയുമായിട്ടുള്ള പല പദാർത്ഥങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. കോമൺ സാൾട്ട്, ഷുഗർ, ബേക്കിംഗ് സോഡ, വിനാഗിരി ഒക്കെ എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്നവയായിട്ടുള്ളതിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഇൻസോലുബിളിന് എക്സാമ്പിൾസ് എനാമൽ പെയിൻറ്, സാൻഡ്, മണൽ, ചോക്ക്, വാക്സ്, മെഴുക്, പ്ലാസ്റ്റിക്, ഇവയ്ക്ക് എന്താണ്? വെള്ളത്തിൽ ലയിക്കാത്തവയാണ്. ദി സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഈസ് കോൾഡ് സൊല്യൂട്ട്. ലയിക്കുന്ന പദാർത്ഥത്തെ ലീനം, സൊല്യൂട്ട് എന്നും, ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം, സോൾവെൻ്റ് എന്നും പറയുന്നു. ദി സബ്സ്റ്റൻസ് ഇൻ വിച്ച് ദി സൊല്യൂട്ട് ഡിസോൾവ്സ് ഈസ് കോൾഡ് solvent. When a solute dissolves in a solvent, a solution is formed. ലീനം ലായകത്തിൽ ലയിക്കുമ്പോൾ ലായനി, സൊല്യൂഷൻ ഉണ്ടാകുന്നു. നമ്മളൊരു ഗ്ലാസ്സിൽ പഞ്ചസാരയും വെള്ളം എടുക്കുന്നു. ഇതിൽ ആരാണ് സൊല്യൂട്ട്, ആരാണ് സോൾവെൻ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദി സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഈസ്, ലയിക്കുന്ന പദാർത്ഥത്തെ ലീനം, സൊല്യൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ലയിക്കുന്ന ആരാണ്? പഞ്ചസാര. അപ്പോൾ അവയാണ്, പഞ്ചസാരയാണ് സൊല്യൂട്ട്, ലീനം എന്ന് പറയുന്നത്. ഏതിലാണ് ലയിക്കുന്നത്? സൊല്യൂട്ട് ഏതിലാണ് ലയിക്കുന്നത്? വെള്ളത്തിലാണ് ലയിക്കുന്നത്, അല്ലേ? അപ്പോൾ വെള്ളത്തെയാണ് നമ്മൾ ലായകം, സോൾവെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ലീനം ലായകത്തിൽ ഡിസോൾവായി ലയിച്ചിട്ട് ഷുഗർ വെള്ളത്തിൽ ലയിച്ച് നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. അതിനെ നമ്മൾ വിളിക്കുന്നു ലായനി എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹോമോജീനിയസ് മിക്സറാണ്. പഞ്ചസാര ലായനി ഒരു ഏകാത്മക മിശ്രിതമാണ്. കാരണം നമ്മൾ എവിടെ നിന്ന് കുടിച്ചാലും എന്താണ്? ആ പഞ്ചസാരയുടെ രുചിയെ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ല ഡിഫറെൻറ്റ് രുചി ആയിരിക്കും. മേളിൽ നിന്ന് കുടിക്കുമ്പോൾ ഒരു രുചി, താഴ്ന്ന് കുടിക്കുമ്പോൾ ഒരു രുചി അല്ല. എല്ലായിടത്തുനിന്നും നമുക്ക് ഒരേ രുചിയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഹോമോജീനിയസ് മിക്സർ, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ, 2 or more സബ്സ്റ്റൻസ് തമ്മിൽ കൂടിച്ചേരുമ്പോൾ സൊല്യൂഷൻസ്, ലായനികൾ എന്ന് പറയുന്നത് ഒരു ഏകാത്മക മിശ്രിതങ്ങളാണ്, ഹോമോജീനിയസ് മിക്സേഴ്സ് ആണ്. അപ്പോൾ ഹോമോജീനിയസ് മിക്സർ എന്ന് പറയുന്നത് എ മിക്സർ വിച്ച് ഷോസ് ദി സെയിം പ്രോപ്പർട്ടി ത്രൂ ഔട്ട് ഈസ് എ ഹോമോജീനിയസ് മിക്സർ. ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ത്രൂ ഔട്ട് ഒരേ ഗുണമായിരിക്കും, എല്ലാ ഭാഗത്തും ഒരേ ഗുണമുള്ള മിശ്രിതത്തെയാണ് ഹോമോജീനിയസ് മിക്സർ അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഈ ലായനിയിലെ ഘടകങ്ങൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തില്ല. ദി കമ്പോണൻസ് ഇൻ ദി മിക്സർ ഡു നോട്ട് റിയാക്ട് കെമിക്കൽ. അവർ കെമിക്കൽ പരമായി റിയാക്ഷൻ നടത്തത്തില്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ, വിവിധ തരം ലായനികളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. നിത്യജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ധാരാളം ലായനികളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? ഫെമിലിയർ ആയിട്ട് നമുക്ക് കാണും. ദേ ആർ ഓഫൻ ലിക്വിഡ് സൊല്യൂഷൻ. പലപ്പോഴും ഇവ ദ്രാവക ലായനികളായിരിക്കും, ലിക്വിഡായ ഫോമിൽ കാണപ്പെടുന്ന സൊല്യൂഷൻസ് ആയിരിക്കും നമ്മൾ കൂടുതലും കണ്ടത്. എന്നാൽ പക്ഷേ ദർ ആർ സോളിഡ് സൊല്യൂഷൻസും ഉണ്ട്, ഗേഷ്യസ് സൊല്യൂഷൻസും ഉണ്ട്. ഖരലായനികളും വാതക ലായനികളും ഉണ്ട്. സം സൊല്യൂഷൻസ് ആർ ഗിവൻ ദ ടേബിൾ. ചില ലായനികൾ നമുക്ക് ഈ പട്ടികയിൽ ടേബിളിൽ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് സൊല്യൂട്ട്, ലീനം കണ്ടുപിടിക്കണം, സോൾവെൻറ്റ് ലായകം കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക, ഏത് അവസ്ഥയിലാണ് അവർ ഇരിക്കുന്നതെന്നും കണ്ടുപിടിച്ച് ടേബിൾ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേബിള് പൂർത്തീകരിക്കാം. സൊല്യൂഷൻ, സൊല്യൂട്ട് ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്, ലീനവും അതിൻ്റെ അവസ്ഥയും, സോൾവെൻ്റ് ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്, ലായകവും അതിൻ്റെ അവസ്ഥയും,
ലായനിയുടെ അവസ്ഥ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ. ആദ്യത്തെ ടേബിൾ സാറ്റ് സൊല്യൂഷൻ. ഉപ്പ് ലൈനി വരുമ്പോൾ ലീനമാണ് ഉപ്പ്, സൊല്യൂട്ട് ടേബിൾ സാൾട്ടാണ്. ഏതവസ്ഥയിലാണ്? ഖരം സോളിഡ് രൂപത്തിലാണ്. ലായകം ജലമാണ്, വാട്ടറാണ്. ഏതവസ്ഥയിലാണ്? ദ്രാവകം ലിക്വിഡ് ഫോമിലാണ്. ലായനിയുടെ അവസ്ഥ അപ്പോൾ എന്തായിരിക്കും? ദ്രാവകം ലിക്വിഡ് ഫോമിലായിരിക്കും ലായനി സൊല്യൂഷൻ കാണപ്പെടുന്നത്. ബ്രാസ് പിച്ചള സിങ്കും കോപ്പറുമാണ് അന്നത്തെ ആൾക്കാർ. അപ്പോൾ സൊല്യൂട്ടാണ് സിങ്ക്, ലീനമാണ് സിങ്ക്. അവസ്ഥ ഏതാണ്? സോളിഡ് ഫോം, ഖരരൂപത്തിലായിരിക്കും. സോൾവെൻ്റ് എന്ന് പറയുന്നതാണ് കോപ്പർ, അതിൻ്റെ അവസ്ഥയും ഖരരൂപത്തിലായിരിക്കും, സോളിഡ് ഫോമിലായിരിക്കും. അപ്പോൾ ലായനിയുടെ അവസ്ഥ എന്താണ്? സോൾവെൻറ്റും സൊല്യൂട്ടും, ലീനവും ലായകവും ഖരരൂപത്തിലാണ്, സോളിഡ് ഫോമിലാണ്. അപ്പോൾ എന്തുവായാലും ലായനി ഏതവസ്ഥയിലായിരിക്കും? ഖരരൂപത്തിലായിരിക്കും, സോളിഡ് ഫോമിലായിരിക്കും. ഇനി സോഡാ വാട്ടർ. സൊല്യൂട്ട് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്, ലീനം. സ്റ്റേറ്റ് ഏതാണ്? ഗ്യാസ്, വാതക രൂപത്തിലായിരിക്കും കാണപ്പെടുന്നത്. സോൾവെൻറ്റ് വാട്ടറാണ്, ജലമാണ്. സ്റ്റേറ്റ് ലിക്വിഡ്, ദ്രാവക രൂപത്തിലാണ്. ലായനിയുടെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ ലിക്വിഡ്, ദ്രാവക രൂപമായിരിക്കും. മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ. ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം. ആൽക്കഹോളാണ് സൊല്യൂട്ട്, ലീനം. സ്റ്റേറ്റ് ലിക്വിഡ് ഫോം ആയിരിക്കും, ദ്രാവക രൂപം. സോൾവെൻ്റ് അപ്പോൾ ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. സ്റ്റേറ്റ് അവസ്ഥ ലിക്വിഡ്, ദ്രാവക രൂപമായിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ ലായനിയുടെ അവസ്ഥ എന്ത് തന്നെയായിരിക്കും? ലിക്വിഡ് ഫോം, ദ്രാവക രൂപം തന്നെയായിരിക്കും. ബ്ലൂ വിട്രോൾ CuSO4 സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ബ്ലൂ വിട്രോൾ ഏത് രൂപത്തിലായിരിക്കും? ഖരരൂപത്തിലായിരിക്കും, സോളിഡ് ഫോമിലായിരിക്കും. സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. ലിക്വിഡ്, ദ്രാവക രൂപത്തിലായിരിക്കും ജലം കാണപ്പെടുന്നത്. സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ ലായനിയുടെ അവസ്ഥ അപ്പോൾ എന്ത് തന്നെയായിരിക്കും? ദ്രാവക രൂപത്തിൽ, ലിക്വിഡ് ഫോമിലായിരിക്കും സൊല്യൂഷൻ്റെ അവസ്ഥ കാണപ്പെടുന്നത്. ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? ലായകത്തിൻ്റെ, സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ് അവസ്ഥ എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ ലായനിയുടെ അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ. ഫസ്റ്റ് തന്നെ നോക്കൂ, ഉപ്പ് ലായകം ജലമായിരുന്നു, അവസ്ഥ ദ്രാവകമായിരുന്നു. അപ്പോൾ ലായനിയുടെ അവസ്ഥ എന്ത് തന്നെയാണ്? ദ്രാവകം. 2 പിച്ചള ലായകം, സോൾവെൻറ്റ് കോപ്പറായിരുന്നു, അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഖരരൂപമായിരുന്നു, സോളിഡ് ഫോമിലായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ ലായനിയുടെ അവസ്ഥ എന്ത് തന്നെയായിരുന്നു? ഖരരൂപത്തിലായിരുന്നു, അല്ലെങ്കിൽ സോളിഡ് ഫോമിൽ തന്നെയാണ് കാണപ്പെടുന്നത്. താഴോട്ട് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ സോൾവെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലായകത്തിൻ്റെ സ്റ്റേറ്റ് അവസ്ഥ എന്താണോ അത് തന്നെയായിരിക്കും ലായനിയുടെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്